നമസ്കാരം. ഒരുതരം മരുന്നു ചെടിയാണ് വയമ്പ്. സാധാരണ ഇത് കാണുന്നത് ചതുപ്പ് നിലങ്ങളിലും വനമേഖലാ പ്രദേശങ്ങളിലുമാണ്. പഴമക്കാർ ഇത് ഒരുപാട് നട്ടു വളർത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഇന്ന് വളരെ കുറച്ച് മാത്രമേ കൃഷി ചെയ്യപ്പെടുന്നുള്ളൂ. ജനിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തേനും വയമ്പും കൂടി കലർത്തി നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് നൽകാറുണ്ട്. അവരുടെ ബുദ്ധിവികാസത്തിനും മറ്റുമായാണ് നൽകി വരുന്നത്. ചെറിയ പ്രായത്തിൽ സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഇതിന്റെ കിഴങ്ങെടുത്ത് പൊടിച്ചും എണ്ണയെടുത്തും മരുന്നായിട്ട് നൽകിയിരുന്നു. അങ്ങനെ ഒരുപാട് മരുത്വ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് ഈ വയമ്പ് എന്ന് പറയുന്നത്. ഈ വയമ്പ് സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ ഇതിന്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയപ്പെടുന്നുണ്ട്. മരുത്വ ഗുണത്തിന് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അങ്ങാടിക്കടകളിൽ ഇന്ന് സുലഭമായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് കുറച്ച് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വയമ്പ് എന്ന് പറഞ്ഞാൽ വശീകരിക്കുവാൻ ശക്തിയുള്ളതാണ്. ഈ വയമ്പിന്റെ ഒരു കഷ്ണം എടുത്ത് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പൈസ വെക്കുന്ന ഇടത്ത് ഒക്കെ ഒന്ന് വെച്ച് നോക്കൂ. വളരെയധികം മാറ്റങ്ങളാണ് കാണാൻ പോകുന്നത്. സാമ്പത്തിക നില വളരെയധികം ഉയരുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുക്കളയുടെ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു നമ്മുടെ ധാന്യങ്ങളിലും ഈ വയമ്പ് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. നിങ്ങൾ ഉപ്പ് സൂക്ഷിക്കുന്ന പാത്രത്തിൽ ആ കുപ്പിയിൽ എന്തായാലും ഒരു വയമ്പിന്റെ കഷ്ണം ഇട്ട് ഉപ്പിന്റെ അകത്ത് ആരും കാണാതെ താഴ്ത്തി വെക്കേണ്ടതാണ്. അടുക്കളയിൽ വെച്ചിരിക്കുന്ന ഉപ്പ് ചാറിൽ ശുദ്ധക്കേട് വരുന്ന സമയങ്ങൾ നമ്മൾ എടുക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂജാമുറിയിൽ ഒരു കല്ലുപ്പ് സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ലാത്തവർ എന്തായാലും ഒരു ജാറിൽ കുറച്ച് കല്ലുപ്പ് സൂക്ഷിക്കേണ്ടതാണ്. കല്ലുപ്പ് എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിയുടെ അംശം ഉള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അതിനുള്ളിൽ ഈ അതീവ വശ്യഗുണമുള്ള ഈ വസ്തു കൂടി സൂക്ഷിക്കുമ്പോൾ കുടുംബത്തിലെ ഐശ്വര്യം 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇന്ന് പരീക്ഷകളുടെ കാലമാണ്. പലതരം എക്സാംസ് ഇന്ന് നടക്കുകയാണ്. സ്കൂൾ എക്സാംസും ബോർഡ് എക്സാംസും അതുപോലെ തന്നെ മത്സര പരീക്ഷകളും ഒക്കെ ഇപ്പോൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോഴോ നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴോ മറ്റോ ഈ വയമ്പ് എടുത്ത് നെയ്യൊഴിച്ച് തിരിയിട്ട് ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷം ഈ വയമ്പിന്റെ ഒരു കഷ്ണം എടുത്ത് അതിലൊന്ന് കത്തിച്ച് കരിയാക്കുക. ഈ കാണുന്നത് പോലെ ഒന്ന് കരിയാക്കിയിട്ട് അത് എണ്ണയോ നെയ്യോ കുഴച്ച് നിങ്ങൾക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ തൊടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് നിങ്ങളുടെ ഉച്ചം തലയിൽ ഒന്ന് തൊടാവുന്നതാണ്. ഇങ്ങനെ തൊട്ടു പോകുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പോയി ഒരു പോസിറ്റീവ് എനർജി വരികയും നിങ്ങൾ പോകുന്ന കാര്യം തടസ്സം കൂടാതെ നടക്കുവാനും പ്രത്യേകമായ രീതിയിൽ അത് നമ്മളിലേക്ക് എത്തിപ്പെടുവാനും ഉള്ള ശക്തി ഈ ഒരു വയമ്പ് കത്തിച്ച് ഈ ഒരു കുഴമ്പ് രൂപത്തിലാക്കി നമ്മൾ തിലകമായി ചാർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ദിവസവും കത്തിക്കുന്ന വിളക്കിൽ അല്ലെങ്കിൽ അതിനായിട്ട് ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കാവുന്നതാണ്. മൺചിരാത് പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ ബ്രാസിലുള്ള വിളക്കോ കത്തിച്ച് വെക്കുക. അത് നമ്മൾ കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ഇട്ടതിന് ശേഷം അതിൽ ഒരു കഷ്ണം വയമ്പ് കൂടി ഇട്ട് നിങ്ങൾ വിളക്ക് ദിവസവും കത്തിക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, നിങ്ങൾക്ക് 1 മാസത്തിനകം അതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക നില ഉയരുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും പടിപടിയായി വരുന്നതുമായിരിക്കും. നിലവിളക്ക് കത്തിക്കുന്നത് എവിടെയാണോ അവിടെ ആ ഒരു കഷ്ണം വയമ്പ് ആ വിളക്കിന് സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്നും വെക്കാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. എല്ലാം വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി വേണം ചെയ്യുവാനായിട്ട്. എങ്കിലേ നമുക്കതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.